Let's move on to the next topic, classifications of survey. സർവേയിൽ വരുന്ന ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർവേനെ മെയിനായിട്ട് രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രൈമറി ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ. We know that the shape of the earth is spheroidal, thus the surface is obviously curved. Surveying is primarily divided into two types considering the curvature of the earth's surface. നമുക്കറിയാം ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഫിറോയിഡൽ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ സർഫസ് എന്ന് പറയുന്നത് കർവ്ഡ് ആണ്. നമ്മുടെ ഭൂമിയുടെ സർഫസ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ഷേപ്പിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഭൂമിയുടെ കർവേച്ചറിനെ കൺസിഡർ ചെയ്ത് പ്രൈമറി സർവേനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. പ്ലെയിൻ സർവേയിങ്ങും ജിയോഡറ്റിക് സർവേയിങ്ങും. പ്രൈമറി സർവേനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പ്ലെയിൻ സർവേ ആൻഡ് സെക്കൻഡ് വൺ ജിയോഡറ്റിക് സർവേ. അപ്പോൾ എന്താണ് പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്? അവിടെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ദ പ്ലെയിൻ സർവേയിങ് ഈസ് ദാറ്റ് type of surveying in which earth surface is considered as a plane and the curvature of the earth is ignored. In such surveying, a line joining any two stations is considered to be straight. The triangles formed by any 3 points is considered as a plane triangle and the angles of the triangles are considered as plane angles. നമുക്ക് ഭൂമിയുടെ ഉപരിതലം ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇവിടെ സർവേ ചെയ്യുമ്പോൾ എർത്ത് സർഫസിലെ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കണക്കാക്കാൻ 2 പോയിന്റ്സ് ഉണ്ട്. അത് തമ്മിലുള്ള ദൂരം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ കർവ്ഡ് ഷേപ്പ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സർവേയെ പറയുന്ന പേരാണ് പ്ലെയിൻ സർവേ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എർത്തിൻ്റെ കർവ്ഡ് പോർഷൻ ഇഗ്നോർ ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നത്. ഇവിടെ ഏരിയ കമ്പ്യൂട്ട് ചെയ്യാൻ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ് ഒരു പ്ലെയിൻ ട്രയാങ്കിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സർവേയിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ എ സ്മോൾ ഏരിയ ഓഫ് ലെസ് 250 kilometer square. It is carried out by local or state agencies like R&B department, irrigation department, railway department. ഈ പ്ലെയിൻ സർവേ മെയിനായിട്ട് 250 സ്ക്വയർ മീറ്ററിനും താഴെയുള്ള ഏരിയ സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർവേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സർവേ നമ്മുടെ ലോക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏജൻസീസ് ഒക്കെയാണ് യൂസ് ചെയ്ത് വരാറുള്ളത്. നെക്സ്റ്റ് ജിയോഡറ്റിക് സർവേ. The geodetic survey is that type of surveying in which the curvature of the earth is taken into account. It is generally extended over larger areas. The line joining any two stations is considered as curved line. The triangle formed by any 3 points is considered to be spherical and the angles of the triangles are considered to be spherical angles. Geodetic survey is conducted by the Survey of Indian Department and is carried out for a larger area exceeding 250 kilometer square. എർത്തിൻ്റെ കർവ്ഡ് ഷേപ്പ് കൺസിഡർ ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത്. ലാർജർ ഏരിയാസിനൊക്കെയാണ് ഈ സർവേ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ലാർജർ ഏരിയാസിനെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭൂമിയിലെ 2 സ്റ്റേഷൻ പോയിൻറ്റ്സുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈന് ഒരു കർവ്ഡ് ഷേപ്പിലായിരിക്കും ഇവിടെ. ആ കർവിനെ നമ്മൾ സർവേ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സർവേ ലൈനിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, കർവ്ഡ് ലൈനിനെ കൺസിഡർ ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത്. ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടെ 250 കിലോമീറ്റർ സ്ക്വയറിനും കൂടുതലുള്ള ഏരിയാസിനെയാണ് സർവേക്ക് വിധേയമാക്കുന്നത്. ഇനി നമ്മൾ സർവേയിൽ വരുന്ന സെക്കൻഡറി ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സർവേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ് ഡിപ്പെൻഡിങ് ഓൺ മെത്തേഡ്സ് യൂസ്ഡ് ആൻഡ് നാച്ചർ ഓഫ് ദ ഫീൽഡ്. ഇവിടെ സെക്കൻഡറി ക്ലാസിഫിക്കേഷനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്. ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളൊരു സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലീനിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആംഗുലാർ ആയിക്കോട്ടെ, ഈ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ
യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ചെയിൻ. ചെയിൻ വെച്ച് സർവേ ചെയ്യുന്നതിനെ ചെയിൻ സർവേ എന്ന് പറയും. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സർവേയിങ് ഇൻ വിച്ച് ഓൺലി ലീനിയർ മെഷർമെൻറ്റ്സ് ആർ മെയ്ഡ് വിത്ത് എ ചെയിൻ ഓർ ടാപ്പ്. ആംഗുലാർ മെഷർമെൻറ്റ്സ് ആർ നോട്ട് ടേക്കൺ. ഈ ഒരു ടൈപ്പ് ഓഫ് സർവേയിൽ നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ടാപ്പോ ചെയിനോ യൂസ് ചെയ്തിട്ട് ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ആംഗുലാർ മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല ഈ ഒരു സർവേയിൽ. ഒരു ഫോൾഡഡ് ചെയിനിൻ്റെയും അൺഫോൾഡഡ് ചെയിനിൻ്റെയും ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ചെയിനിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ്. കോമ്പസ് യൂസ് ചെയ്തിട്ടുള്ള സർവേക്ക് പറയുന്നതാണ് കോമ്പസ് സർവേ. ഇൻ കോമ്പസ് സർവേ ദ ആംഗിൾസ് ആർ മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാഗ്നറ്റിക് കോമ്പസ്. നെക്സ്റ്റ് ചെയിൻ ആൻഡ് കോമ്പസ് സർവേ. ഇൻ ദിസ് സർവേ ലീനിയർ മെഷർമെൻറ്റ്സ് ആർ മെയ്ഡ് വിത്ത് എ ചെയിൻ ഓർ എ ടാപ്പ് ആൻഡ് ആംഗുലാർ മെഷർമെൻറ്റ്സ് വിത്ത് എ കോമ്പസ്. ഇവിടെ നമ്മൾ ചെയിനും കോമ്പസും യൂസ് ചെയ്തിട്ട് സർവേ നടത്തുന്ന ഒരു രീതിയാണ്. ലീനിയർ മെഷർമെൻ്റ് എടുക്കാൻ ചെയിൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ടാപ്പ് യൂസ് ചെയ്യും. ആംഗുലാർ മെഷർമെൻറ്റ്സ് എടുക്കാൻ കോമ്പസ് യൂസ് ചെയ്യും. ഇതിന് രണ്ടിനെയും കൂടി ഒരു കോമ്പിനേഷനാണ് വരുന്നത്. മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഫിഗേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു സർക്കുലർ ഷേപ്പിലാണ് ഇൻസ്ട്രുമെൻ്റ്. അതിലൊരു മാഗ്നറ്റിക് പ്ലേറ്റ് ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രാജുവേഷൻസ് ആണ് നമുക്ക് റീഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഇൻസ്ട്രുമെൻറ്റ് സർവേ ആണ് പ്ലെയിൻ ടേബിൾ സർവേയിങ്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേയിങ് ഇൻ വിച്ച് ഫീൽഡ് വർക്ക് ആൻഡ് പ്ലോട്ടിംഗ് ബോത്ത് ആർ ഡൺ സൈമൾട്ടേനിയസ്ലി. ഇവിടെ നമുക്ക് ഫീൽഡ് വർക്കും അതുപോലെ തന്നെ പ്ലോട്ടിംഗ് വർക്കും അറ്റ് എ ടൈം നടക്കുന്നുണ്ട്. ഒരു പ്ലെയിൻ ടേബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു വുഡൻ ടേബിളാണിത്. ഈ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. നെക്സ്റ്റ് തിയോഡലൈറ്റ് സർവേ. In theodolite survey, the horizontal angles are measured with the theodolite more precisely than compass, and the linear measurements are made with the chain or tap. ഇവിടെ കോമ്പസ് സർവേനെക്കാട്ടും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് തിയോഡലൈറ്റ്. ഇവിടെ നമ്മൾ ആംഗുലാർ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾസും എടുക്കാം, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിൾസും തിയോഡലൈറ്റ് എന്ന ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്യാൻ കഴിയും. ഇതൊരു പ്ലെയിൻ ടേബിളിൻ്റെ ഫിഗറാണ്. ഒരു വുഡൻ പ്ലെയിൻ ടേബിൾ ഒരു ട്രിപ്പോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു തിയോഡലൈറ്റ് എന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫിഗറാണ്. ഇതിനെക്കുറിച്ച് നെക്സ്റ്റ് സെമസ്റ്ററിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് സർവേ ആണ് ടാക്യോമെട്രിക് സർവേ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ടാക്യോമെട്രിക് സർവേ ചെയ്യുന്നത്. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തിയോഡലൈറ്റ് നോൺ ആസ് ടാക്യോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ഇൻഡയറക്ട്ലി. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതും വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസൊക്കെ കാൽക്കുലേഷൻസിലൂടെ കണ്ടെത്താൻ കഴിയും. നെക്സ്റ്റ് ലെവലിംഗ് സർവേ. ഇവിടെ ലെവൽസ് യൂസ് ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് സർവേ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആൻഡ് റിലേറ്റീവ് ഹൈറ്റ്സ് ഓഫ് എ പോയിൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് നോൺ ആസ് ലെവൽ. അപ്പോൾ ഇവിടെ നമുക്ക് എലിവേഷൻ, ഒരു ഗ്രൗണ്ടിൻ്റെ എലിവേഷൻസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹൈറ്റ്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ലെവലിംഗ് സർവേസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോട്ടോഗ്രാമെട്രിക് സർവേ. ഇവിടെ ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് ലഭിക്കുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നത്. ഒരു ക്യാമറ ഒരു എയർക്രാഫ്റ്റിലോ എയറോപ്ലെയിനിലോ ഒക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഏരിയലായിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കുകയാണ് ഈ ഒരു സർവേയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് EDM സർവേ. EDM എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, കുറച്ച് മോഡേൺ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ലെങ്ത്ത്, ആംഗിൾസ്, കോർഡിനേറ്റ്സിനെയൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മെത്തേഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷൻ ഈസ് ബേസിക് മെത്തേഡ് ഓഫ് സർവേയിങ്. When the area to be surveyed is large, triangulation is adopted. The entire area is divided into network of triangles. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു അല്ലേ? സർവേയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഒരു വോൾ ഏരിയനെ നമ്മൾ സ്മോൾ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സർവേ ചെയ്യുന്നതാണ് അല്ലേ?
ട്രയാങ്കുലേഷനിൽ വരുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മളൊരു കംപ്ലീറ്റ് ഏരിയനെ സർവേ ചെയ്യുമ്പോൾ സ്മോൾ ട്രയാങ്കിൾസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, ഒരു നെറ്റ്വർക്ക് ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഏരിയ കാൽക്കുലേഷൻ ചെയ്യുക. ഈ രീതിയിലുള്ള ഒരു സർവേ മെത്തേഡാണ് ട്രയാങ്കുലേഷൻ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെത്തേഡ്സിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ടൈപ്പാണ് ട്രാവേഴ്സിംഗ്. എ ട്രാവേഴ്സിംഗ് ഈസ് എ സർക്യൂട്ട് സർവേ ലൈൻസ്. ഇറ്റ് മേ ബി ഓപ്പൺ ഓർ ക്ലോസ്ഡ്. When the linear measurements are done with a chain and a tap, and the directions or horizontal angles are measured with a compass or theodolite respectively, the survey is called traversing. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്യൂട്ട് ഓഫ് സർവേ ലൈൻസ് ആണ്. അത് ഓപ്പൺ ആവാം, ഒന്നെങ്കിൽ ഓപ്പൺ ആവാം അല്ലെങ്കിൽ ക്ലോസ്ഡ് ആവാം. ഇവിടെ നമ്മൾ എന്താ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീനിയർ മെഷർമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു കോമ്പസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടോ ആംഗുലാർ മെഷർമെൻറ്റ്സും എടുക്കും. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതാണ് ട്രാവേഴ്സിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ ഓഫ് എ സർവേ ബേസ്ഡ് ഓൺ പർപ്പസസ്. പർപ്പസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ജിയോളജിക്കൽ സർവേ. ഇൻ ദിസ് ബോത്ത് സർഫേസ് ആൻഡ് സബ് സർഫേസ് സർവേയിങ് ആർ കണ്ടക്റ്റഡ് to locate different minerals and rocks. In addition, geological features of a terrain such as fold and faults are located. ഈ ഒരു സർവേ ടൈപ്പിൽ പറയുന്നത് നമ്മുടെ എർത്ത് സർഫസിൽ അതുപോലെ തന്നെ സബ് സർഫസിലൊക്കെ ഒരുപാട് ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ റോക്സിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ട്. ഇതിനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യുക, ഇതാണ് ജിയോളജിക്കൽ സർവേയിൽ വരുന്നത്. പർപ്പസസിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് മൈൻ സർവേ. മൈൻ സർവേ include both surface and underground surveys. It is conducted for the exploration of minerals deposits and to guide tunneling and other operation associated with mining. മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ധാതുലവണങ്ങളൊക്കെ കുഴിച്ചെടുക്കാറുണ്ടല്ലേ, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൈനിങ്. മൈനിങ് നടത്തുന്നത് ബേസ് ചെയ്ത് ഒരു മെയിനായിട്ട് ഒരു സർവേ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. നമുക്ക് എവിടെയൊക്കെയാണ് ആ ഓരോ മിനറൽസിൻ്റെയും പ്രസൻസ് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽ സർവേ ക്യാരീഡ് ഔട്ട് ചെയ്തിട്ടാണ് മൈനിങ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് സർവേനെ പറയുന്ന പേരാണ് മൈൻ സർവേ. നെക്സ്റ്റ് ടൈപ്പാണ് ആർക്കിയോളജിക്കൽ സർവേ. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ലൊക്കേറ്റ് റെലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റി, സിവിലൈസേഷൻസ്, കിങ്ഡംസ്, ഫോർട്ട്സ്, ടെമ്പിൾസ് എക്സെട്ര. മെയിനായിട്ട് ഈ ആർക്കിയോളജിക്കൽ സർവേ ഡീൽ ചെയ്യുന്നത് ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് കണ്ടെത്തുക, ലൊക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ വരുന്ന സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കുക, കിങ്ഡംസിനെ കുറിച്ച് പഠിക്കുക, അവിടെ നിലനിൽക്കുന്ന പൗരാണികമായ ടെമ്പിൾസിനെ അതുപോലെ തന്നെ ഫോർട്ട്സിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഈ ആർക്കിയോളജിക്കൽ സർവേയിൽ വരുന്നത്. നെക്സ്റ്റ്, മിലിറ്ററി സർവേ. ഇറ്റ് ഹാസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ ഇൻ ദ മിലിറ്ററി. ഏരിയൽ സർവേസ് ആർ കണ്ടക്റ്റഡ് ഫോർ ദിസ് പർപ്പസ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ലൊക്കേറ്റ് സ്ട്രാറ്റജിക് പൊസിഷൻ ഫോർ ദി പർപ്പസ് ഓഫ് ആർമി ഓപ്പറേഷൻസ്. ഈ ഒരു സർവേ മെയിനായിട്ട് ചെയ്യുന്നത് മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊക്കെയാണ്. മിലിറ്ററിക്ക് ആവശ്യമായ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജിക് പൊസിഷൻസൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നതിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മിലിറ്ററി സർവേ ചെയ്യുന്നത്. അതുപോലെ ഏരിയൽ സർവേസ് ആണ് മെയിനായിട്ട് മിലിറ്ററി സർവേയിൽ കണ്ടക്ട് ചെയ്യാറ്. സെക്കൻഡറി ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് ഫീൽഡ്. ഈ നാച്ചർ ഓഫ് ഫീൽഡിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലാൻഡ് സർവേ. ലാൻഡ് സർവേ ഈസ് ഡൺ ഓൺ ലാൻഡ് ടു പ്രിപ്പയർ പ്ലാൻ ആൻഡ് മാപ്സ് ഫോർ എ ഗിവൺ ഏരിയ. ടോപ്പോഗ്രഫിക്കൽ, സിറ്റി ആൻഡ് കഡസ്ട്രിയൽ സർവേസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ലാൻഡ് സർവേയിങ്. ഈ ലാൻഡ് സർവേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഏരിയയുടെ പ്ലാന് അതുപോലെ തന്നെ മാപ്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ലാൻഡ് സർവേക്ക് എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ടോപ്പോഗ്രഫിക്കൽ
city and cadastral surveys. Next, hydrological survey. This survey is conducted on or near the body of water such as lake, river, coastal area. This survey consists of locating shorelines of water bodies. ഈ ഒരു സർവേ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റിവേഴ്സിൻ്റെ അതുപോലെ തന്നെ ലൈക്സിൻ്റെ കോസ്റ്റൽ ഏരിയാസിൻ്റെയൊക്കെ ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് സർവേയിങ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആസ്ട്രോണമിക്കൽ സർവേ. ദിസ് സർവേ ഈസ് കണ്ടക്റ്റഡ് ഫോർ ദി ഡിറ്റർമൈനിങ് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്സ്, അസിമത്സ്, ലോക്കൽ ടൈം എക്സെട്ര for various places on earth by observing heavenly bodies. ഈ ഹെവൻലി ബോഡീസിനെ ലൊക്കേറ്റ് ചെയ്യുന്ന സർവേസിനെ പറയുന്ന പേരാണ് ആസ്ട്രോണമിക്കൽ സർവേ. മെയിനായിട്ട് ഹെവൻലി ബോഡി എന്ന് പറയുന്നത് സണ്ണ് ഓർ സ്റ്റാർസ്. ഇതിൻ്റെ പൊസിഷൻസൊക്കെ ലൊക്കേറ്റ് ചെയ്യുക, ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ്, അസിമത്ത്, ലോക്കൽ ടൈമൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സർവേനെ പറയുന്ന പേരാണ് ആസ്ട്രോണമിക്കൽ സർവേ. The last one is aerial survey. An aerial survey is conducted from aircraft. Aerial camera take photograph of the surface of the earth in overlapping strip of land. This is also known as photographic survey. അപ്പോൾ നമ്മൾ നേരത്തെ ഫോട്ടോഗ്രാമെട്രി പറഞ്ഞു അല്ലേ, ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ഏരിയൽ സർവേയിലും വരുന്നത്. ഒരു എയർക്രാഫ്റ്റിൽ നിന്ന് ഫോട്ടോസ് ടേക്കൺ ചെയ്യാം. അതുവഴി നമ്മൾ മാപ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഏരിയൽ സർവേ പറയുന്നത്. മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നതിനെയാണ് ഏരിയൽ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ സർവേസിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാംസിനൊക്കെ മെയിൻ എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേസ്.